ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നൊരു സൺഡേ ദിവസമാണ് കേട്ടോ. സൺഡേ ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വൈകിയാണ് എണീറ്റത്. വൈകി എണീക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ സൺഡേ ദിവസങ്ങളിൽ രാജ്യത്തിന് പണി ഉണ്ടാവില്ല. പണിയില്ലാത്ത ദിവസങ്ങൾ കുറച്ച് വൈകിട്ട് തന്നെ കേട്ടോ എണീക്കാറ്. അതുകൊണ്ട് നമ്മൾ അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരു 5 മണിക്ക് എണീക്കാറാണ്. അപ്പോൾ നമുക്ക് ചോറും കറിയും ചായയും കടിയൊക്കെ ആയി കിട്ടണമല്ലോ. അപ്പോൾ അത് നേരത്തെ എണീക്കാറാണ്. ഇന്ന് പിന്നെ ആക്കും പോലെ എല്ലാതും ആയാൽ മതി. ചോറ് കൊണ്ടുപോകൊന്നും വേണ്ട, ആക്കും പോലെ എല്ലാ കാര്യങ്ങളും ആക്കും പോലെ. അതുകൊണ്ട് നമുക്ക് തന്നെ എല്ലാ പണികളൊന്നും ലാഗായിട്ടാണോ നടന്നത്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ കൂടി ആയപ്പോൾ എണീറ്റാൻ തന്നെ തോന്നുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ എണീക്കാനുള്ള വഴിയില്ലല്ലോ. സ്വന്തം വീട്ടിലാണെങ്കിൽ കുറച്ച് നേരമൊക്കെ കേട്ടോ കിടക്കാറ്. എന്തായാലും വൈകി എണീറ്റാൽ പിന്നെ എല്ലാം കഴിയുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും കേട്ടോ. സത്യത്തിൽ എനിക്ക് എൻ്റെ പണിയൊക്കെ നേരത്തെ ഒരുങ്ങിയില്ലെങ്കിൽ ഒരുമാതിരി ഗതികേടാട്ടോ. എല്ലാതും പെട്ടെന്ന് ഒരുങ്ങിയിരിക്കാനാണ് എനിക്കിഷ്ടം. കഴിയുന്നതും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ്. പറഞ്ഞു പോയപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയാൻ വിട്ടുപോയി. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവാണ്. ഞാൻ ഈ ഞായറാഴ്ചകളിൽ ഉപ്പുമാവ്, പുട്ട് അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ അധികം ഉണ്ടാക്കാറ്. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി റൂമിൽ വന്ന് നോക്കിയപ്പോൾ രാജേട്ടനും റിച്ചേട്ടനും നല്ല കളിയിലായിരുന്നു കേട്ടോ. രാജേട്ടനും റിച്ചേട്ടനും നല്ല കളിയിലായിരുന്നു. അവർ കുറച്ച് കാർഡ്സൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ കിടക്കിൽ നല്ലോണം പരത്തിയിട്ടിട്ടുണ്ടേ. ഞാനതൊക്കെ റെഡിയാക്കിയിട്ട് എമർജൻസി കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് എല്ലാവരുടെയും ഒന്ന് അടിച്ചു വരാൻ നോക്കിട്ടോ. മഴക്കാലമായി നമ്മൾ തുണികളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇട്ടോ തോരിടാറ്. നമ്മുടെ മുറ്റം നിറച്ചും ഇപ്പോൾ ഭയങ്കര വഴുക്കലാണേ. മുറ്റത്ത് നല്ലോണം വെള്ളം കെട്ടി നിൽക്കും മഴ പെയ്താലേ. മഴക്കാലമായ റിച്ചോട്ടിനെ നല്ലോണം ശ്രദ്ധിക്കണം. എപ്പോഴും മുറ്റത്ത് കൂടെ നല്ല ഓടലാണ്. അപ്പോൾ വഴുക്കൽ പിടിച്ചുകൊണ്ട് അവനെ എപ്പോഴും വീഴാൻ സാധ്യത ഉണ്ടാവുന്നത്. മഴക്കാലമായ അവനെ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലായിടവും തുടച്ച് കഴിഞ്ഞ ശേഷം റിച്ചുവിനെയും രാജേട്ടനെയും എണീപ്പിച്ച് വിട്ടുട്ടോ. ഞാൻ എടുത്തു വെച്ച കാർഡ്സൊക്കെ പിന്നെയും മൊത്തം കിടക്കയിൽ നല്ലോണം പരത്തിയിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ റെഡിയാക്കി വിരിയും പുതപ്പൊക്കെ തട്ടി റെഡിയാക്കിയിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഈ വീട്ടമ്മമാരുടെ ലൈഫ് എന്ന് പറഞ്ഞതൊക്കെ തന്നെയല്ലേ. ജോലിക്കും കൂടിയും പോകുന്നില്ലെങ്കിൽ ഇങ്ങനൊരു ജീവിതം നമ്മൾ അങ്ങനെ തള്ളി നീക്കും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വീർപ്പുമുട്ടലായിരുന്നു കേട്ടോ. റിച്ചുട്ടൻ ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ വർക്ക് ചെയ്തിരുന്നേ. അന്നൊക്കെ ഫുഡ് അധികം ഉണ്ടാക്കിയിരുന്നില്ല. ഞാൻ അധികം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തിരുന്നത്. അന്ന് രാജേട്ടന് കമ്പനിയിൽ നിന്ന് ഭക്ഷണം കിട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് ഭക്ഷണം വേണ്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കാനും താല്പര്യപ്പെട്ടിരുന്നില്ല. തീരെ ഉണ്ടാക്കില്ല എന്നല്ല, മേ ബി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അന്നൊക്കെ അങ്ങനെ ഒരു കാലമായിരുന്നു. ഇപ്പോൾ പിന്നെ റിച്ചുട്ടനുള്ളത് കൊണ്ട് സമയം പോകുന്നത് അറിയുന്നില്ല. ഇപ്പോൾ ബോറടികളും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ല പറയല്ലേ. ഉള്ള ലൈഫ് ഹാപ്പിയായിരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതപ്പൊക്കെ തട്ടി റെഡിയാക്കിയിട്ട് കിച്ചണിൽ വന്നിട്ട് ചോറിനുള്ളൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ റിച്ചുട്ടൻ അവൻ്റെ മീനെയൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നേ. എണീറ്റാൽ അവനുടനെ മീനിനെയും അവനും അവൻ്റെ അച്ഛനും പോയിട്ട് തീറ്റ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാനും റിച്ചുട്ടനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓരോരോ പരിപാടിയിലേക്ക് കിടക്കും കേട്ടോ. അവനങ്ങനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കെ പിന്നെ അവിടെ ഒന്നും കൂടിയൊക്കെ ക്ലീൻ ചെയ്ത് ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടോ.
ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തുണികളൊക്കെ ഉള്ളിലേക്ക് ഇട്ടായിരുന്നു. രാവിലെ ചെറുതായിട്ട് ഒരു ചാറ്റലുണ്ടായിരുന്നു, അതുകൊണ്ട് എണീക്കാനും വൈകിപ്പോയി. ഇപ്പോൾ ഏകദേശം ഒരു 9 മണി 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് ഒന്നുകൂടി വെയിൽ തട്ടി നല്ല ഉണക്കാവേ, അപ്പോൾ ഒക്കെ പുറത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ റിച്ചോട്ടിന് ആ തുണികളൊക്കെ പുറത്തിട്ടു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിച്ചോട്ടിനെ എണ്ണ തേപ്പിക്കും. എണ്ണ തേപ്പിച്ചാൽ നിർത്തി കഴിഞ്ഞാൽ ഞാൻ അലക്കാൻ നിൽക്കും കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂർ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കാറുള്ളൂ. അലക്കി കഴിഞ്ഞ് ഞാൻ തോരിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവനെ കുളിപ്പിക്കാറ്. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് പോവാട്ടോ ചെയ്യാറ്. സാധാരണ അവൻ്റെ കുളി കഴിഞ്ഞാൽ പിന്നെ അവന് പാൽ കാച്ചി കൊടുക്കുക, മുട്ട പുഴുങ്ങി കൊടുക്കുക, അങ്ങനെ മാത്രമേ കുറച്ച് പണികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. എന്നാൽ ഇന്ന് ചോറിനുള്ള കറിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം വൈകിയാണ് എണീറ്റതും. പിന്നെ അടുക്കളയിലെ പണികളൊക്കെ പെൻഡിങ്ങായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പണി ഇതൊക്കെ അധികം എൻ്റെ രാവിലെ കഴിയാറുണ്ട്. പിന്നെ ഞാൻ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞ് അവന് പാലും മുട്ടയും മാത്രം ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾക്ക് യാതൊരു പണി അടുക്കളയിൽ ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷെ ഇന്നാകെ തകിടം പറഞ്ഞിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത് ഞാൻ സൺഡേ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ആവാറ്, എല്ലാം ആക്കുമ്പോൾ തന്നെ കേട്ടോ. അങ്ങനെ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഒരുങ്ങാറ്. പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും പൗഡറൊക്കെ ഇട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് കാറ്റ് കൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴേക്കും പാലൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടാകും. അതിനിടെ റിച്ചോട്ട് മിഠായി വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയൊക്കെ കരയുണ്ടായിരുന്നു കേട്ടോ. അവന് വിശക്കുമ്പോഴാണ് അധികം അവന് വാശി പിടിച്ചിട്ട് കരയാറ്. അങ്ങനെ നമ്മൾ റിച്ചോട്ടിനൊക്കെ കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുക അടുത്ത വീട്ടിൽ നിന്ന് അവൻ്റെ കളിക്കൂട്ടുകാർ വിളിക്കണ്ടായിരുന്നേ. വിളിച്ച പടം അവൻ ഒറ്റ ഒട്ടായിരുന്നു കേട്ടോ. പിന്നാലെ ഞാനും പോയി കേട്ടോ. അങ്ങനെ റിച്ചൂട്ടൻ അവരപ്പോൾ കൂടെ കളിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ലോണം വിയർത്തിരുന്നേ. അപ്പം ഞാൻ അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ അവൻ സ്വയം കണ്ണാടിയിലല്ല ഗ്ലാസ്സിൽ നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ഇന്ന് ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.